ഹായ് മക്കളെ. അപ്പോൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ സയൻസ് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ നന്നായി പഠിച്ചില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. മൂന്നാമത്തെ ചാപ്റ്റർ വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഒരു മാർക്കിന് ചോദിച്ചേക്കാം. എന്താണ് പൊതുഭരണം എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. അപ്പോൾ പൊതുഭരണം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്തത് ഈ ചാപ്റ്ററിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. 4 കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ആ 4 കാര്യങ്ങളും നിങ്ങൾ എഴുതിയാൽ 4 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. അതേപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ഗാന്ധിജിയുടെ അഭിപ്രായം, അതായത് പൊതുഭരണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. Gandhiji's opinions that the public administration should consider specially the person in our society who are special considerations and protection. സമൂഹത്തിലെ ചില ആളുകൾക്ക് പ്രധാന പരിഗണന നൽകണം. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, അവർക്ക് പ്രധാന പരിഗണനകൾ നൽകണം എന്നായിരുന്നു ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. ഇനി ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്, വാട്ട് ഈസ് ബ്യൂറോക്രസി. അപ്പോൾ എംപ്ലോയീസ് whose work under the public administrative system and administrator the country are together known as bureaucracy. അതായത് പൊതുഭരണത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരും രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനത്തെയും ഒരുമിച്ച് നമുക്ക് പറയാവുന്ന പേരാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ, പെർമനൻസ്, അപ്പോയിൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, പ്രൊഫഷണലിസം. അതായത് ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, അതേപോലെ തന്നെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായി ചേരിചേരായ്മ, അതേപോലെ തന്നെ പ്രൊഫഷണലിസം. ഇതെല്ലാമാണ് ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഭാഗം 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓൾ ഇന്ത്യ സർവീസ്. അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ എക്സാമ്പിൾസും 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്തൊരു ചോദ്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് PSCയും UPSC. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത് PSCയുടെ ചെയർമാനെ മറ്റ് അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? അത് ഗവർണറാണ്. UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും വിളിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ തലപ്പത്ത് വരുന്നൊരു ചോദ്യമാണ് ഗവേൺസ്. ഗവേൺസിൻ്റെ ബെനിഫിറ്റ് എന്താണ് എന്നതാണ് 4 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ഗവേൺസിൻ്റെ ബെനിഫിറ്റ്. ഇനി കഴിഞ്ഞ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ചാൽ അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനി ഇൻഫോർമേഷൻ കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. ഇൻഫോർമേഷൻ കമ്മീഷൻ എന്ന് വെച്ചാൽ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം, എഴുതി ചോദിക്കാം. ആ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇൻഫോർമേഷൻ തരാതിരിക്കുകയോ തെറ്റായ ഇൻഫോർമേഷനാണ് തരികയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോർമേഷൻ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇൻഫോർമേഷൻ കമ്മീഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുകയും എത്രയും പെട്ടെന്ന് ശരിയായ ഇൻഫോർമേഷൻ നമുക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. അല്ലാത്ത പക്ഷം ഇൻഫോർമേഷൻ കമ്മീഷണറുടെ കയ്യിൽ നിന്നും 250 രൂപ പെർ ഡേ ഓരോ ദിവസവും ഫൈനായിട്ട് പിടിക്കാനുള്ള അവകാശവും ഇൻഫോർമേഷൻ കമ്മീഷന് ഉണ്ട്. റൈറ്റ് ടു സർവീസ് ആക്ട്, നമുക്ക് സേവനാവകാശങ്ങളുണ്ട്. ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ് റൈറ്റ് ടു സർവീസ് ആക്ട്. ഇൻഫോർമേഷൻ ആക്ടിൻ്റെ അത്രയും വരാറില്ലെങ്കിലും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല തന്നെയാണ് റൈറ്റ് ടു സർവീസ് ആക്ട്. ഇനി 2 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ലോക്പാലും ലോകായുക്തയും. അപ്പോൾ വാട്ട് ഈസ് ലോക്പാൽ ആൻഡ് ലോകായുക്ത? അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെ പൊളിറ്റിക്കൽ തലത്തിലെ കറപ്ഷൻ, അഴിമതി തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്, 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ലോക്പാലും ലോകായുക്തയും. ഇതിന് കോടതിയുടെ സ്വഭാവമാണുള്ളത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ലോക്പാലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇത് നടപ്പിലാക്കുന്നത് ലോകായുക്തയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ
സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ സംസ്ഥാന തലത്തിൽ കേന്ദ്ര തലത്തിൽ അഴിമതികൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഏർപ്പാടാക്കിയ ഡിപ്പാർട്ട്മെൻറ്റാണ് വിജിലൻസ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്കൊരു വിജിലൻസ് ഓഫീസറെ കാണാനായിട്ട് സാധിക്കും. അവർ രഹസ്യമായി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നുണ്ടാവും. ഇതിനെയാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതേപോലെ ഏറ്റവും ലാസ്റ്റത്തെയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും എന്നാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുകയും ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഓംബുഡ്സ്മാൻ. എന്താണ് ഓംബുഡ്സ്മാൻ? ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു നിരീക്ഷകനാണ്. പലപ്പോഴും ഓംബുഡ്സ്മാൻ അതൊരു വ്യക്തിയാണ്, റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി ആയിരിക്കും ഈ ഓംബുഡ്സ്മാൻ ആയിട്ട് വരുന്നത്. ബാങ്കിങ് രംഗത്തെ ക്രമക്കേടുകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായി ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓംബുഡ്സ്മാനെ നിയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ സർക്കാർ ഓഫീസുകളിലെ ക്രമക്കേടുകൾ ഒരു ഷാഡോ ലെവലിലുള്ള ഒരു രഹസ്യാന്വേഷണ തലത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസുമാരെ ഓംബുഡ്സ്മാനായിട്ട് നിയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. നമ്മുടെ ഈ ഓണം എക്സാമിന് സോഷ്യൽ സയൻസ് ചാപ്റ്ററുകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ സോഷ്യൽ സയൻസ് 1-ൽ നിന്നും വരുന്ന ചാപ്റ്ററുകളിൽ ഏറ്റവും ചെറിയ ചാപ്റ്റർ ഒരുപക്ഷെ ഇതായിരിക്കും. പക്ഷേ ഇതിലെ ചോദ്യങ്ങളെല്ലാം വളരെ വലുതാണ്. ചെറിയ ചോദ്യങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പ്രസക്തിയില്ല, വലിയ ചോദ്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. സോ നല്ല രീതിയിലുള്ള ടെക്സ്റ്റ് വായന അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ഈ എക്സാമിന് നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിന് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.